മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? എന്താ നമുക്ക് കുറേ ദിവസമായില്ലേ സ്കൂളിൽ അവധിയാണ്. എന്തിനാ നമുക്ക് സ്കൂളിൽ അവധി കിട്ടിയത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എന്താണ്? നല്ല മഴയാണല്ലേ? അതെ, ഈ മഴയിലെ നിങ്ങൾ പുറത്തേക്കൊന്നും പോവരുതേ. എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ടിരിക്കണേ. അപ്പോഴേ നമുക്ക് ഇന്ന് ഒരു കഥ, പുതിയൊരു കഥ വായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടല്ലേ? നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മക്കളെ. എന്താണെന്നറിയോ? ഈ കഥയിലെ ചിത്രങ്ങളും അക്ഷരങ്ങളും കൂടി ചേർന്ന ഒരു കഥയാണ്. നമുക്ക് കഥ വായിക്കാൻ തുടങ്ങാം. ഈ കഥയിലെ കുറേ ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങളും നമുക്ക് പരിചയപ്പെടാം. ആദ്യം നോക്കൂ മക്കളെ, ഇത് ആരുടെ ചിത്രമാണ്? തവള. അടുത്തത് നോക്കിയേ, ആരുടെ പിക്ചറാണിത്? ചുണ്ടലി. അടുത്തത് ഈച്ച. അടുത്തത് ഉറുമ്പ്, കുഞ്ഞിത്തോണി, പുഴ, ചിരട്ട, ഇല. ഇത്രയും ചിത്രങ്ങൾ വച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ കഥ വായിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. അക്ഷര ചിത്ര കഥ, അതായത് അക്ഷരവും ചിത്രവും കൂടി കലർന്ന ഒരു കഥ. ഈ കഥയുടെ പേരെന്താണെന്നറിയാമോ? കുഞ്ഞിത്തോണി. കണ്ടോ നിങ്ങൾ? കുഞ്ഞി എന്നത് അക്ഷരങ്ങൾ കൊണ്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. തോണിക്കോ? തോണിക്കൊരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതല്ലേ? അതെ. കഥ വായിക്കുകയാണേ. തവളയും ചുണ്ടലിയും ഈച്ചയും ഉറുമ്പും കൂടി നടക്കാനിറങ്ങി. അവർ ഒരു നദിക്കരയിലെത്തി. പുഴ കടക്കാൻ എന്താണ് വഴി? അവർ പരസ്പരം തിരക്കി. നമുക്ക് നീന്താം, തവള പറഞ്ഞു. ഞങ്ങൾക്ക് നീന്താൻ വശമില്ല, മറ്റുള്ളവർ ഒരേ സ്വരത്തിൽ അറിയിച്ചു. നീന്താൻ അറിയില്ലേ? കഷ്ടം, തവള കൂട്ടുകാരെ കളിയാക്കി. എനിക്ക് ഒറ്റ ചാട്ടത്തിന് അക്കരെ ചെല്ലാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവൻ പുഴയിലേക്ക് എടുത്തു ചാടി. കണ്ടോ മക്കളെ, നമ്മളിപ്പം ഈ വായിച്ച ഈ ഭാഗത്ത് എത്ര ചിത്രങ്ങൾ വന്നു? അതാണ് നിങ്ങൾ ചിത്രവും അക്ഷരവും കൂടി കലർന്ന ചിത്രകഥ. ഓക്കെ, നമുക്ക് ഇനി എന്താ സംഭവിച്ചു എന്ന് നോക്കാം. ചുണ്ടലിക്കും ഈച്ചയ്ക്കും ഉറുമ്പിനും സങ്കടം വന്നു. കൂട്ടുകാരെ മറന്ന് സ്വന്തം കാര്യം നോക്കിയ തവളയോട് ദേഷ്യവും തോന്നി. പുഴ കടക്കാൻ എന്താണ് ഉപായം? അവർ ആലോചിച്ചു. അവസാനം ഒരു വഴി കണ്ടുപിടിച്ചു. ചുണ്ടലി എവിടെ നിന്നോ ഒരു ചിരട്ടയും ഒരു ഇലയും കൊണ്ടുവന്നു. ഉറുമ്പ് വയലിൽ നിന്ന് ഒരു വൈക്കോൽ തുണ്ടും, ഈച്ച നീളമുള്ള ഒരു നൂലുമായും പറന്നെത്തി. 3 പേരും കൂടി ചിരട്ടയിൽ വൈക്കോൽ കഷ്ണം കുത്തി നിർത്തി. അതിൽ ഇല ചേർത്തു വച്ചു നൂലുകൊണ്ട് കെട്ടി. മക്കളെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഈ കഥ? നല്ല രസമുള്ള കഥ അല്ലേ? ഈ കഥയുടെ അടുത്ത ഭാഗം എന്താണ് നമുക്ക് നോക്കാം. ഇതാ കുഞ്ഞിത്തോണി തയ്യാറായി കഴിഞ്ഞു. അവർ സാവധാനം കുഞ്ഞിത്തോണി പുഴയിൽ ഇറക്കി. എന്നിട്ട് അതിൽ കയറിയിരുന്നു. ഇലയിൽ കാറ്റു തട്ടിയപ്പോൾ കുഞ്ഞിത്തോണി പതുക്കെ നീങ്ങാൻ തുടങ്ങി. നല്ല രസം, ഈച്ച പറഞ്ഞു. അതെ അതെ, ഉറുമ്പും എലിയും തലയാട്ടി. തവള ഈ സമയം അക്കരെ എത്തിയിരിക്കുന്നു. കൂട്ടുകാരെ വീണ്ടും പരിഹസിക്കാനായി അവൻ തിരിഞ്ഞു നോക്കി. അതാ അവർ കുഞ്ഞിത്തോണിയിൽ വരുന്നു. അതു കണ്ട് തവള നാണിച്ചു പോയി.
നമ്മളിപ്പോൾ വായിച്ചത് ഒരു അക്ഷര ചിത്രകഥയാണല്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് അക്ഷര ചിത്രകഥ എന്ന്? ഇവിടെ അക്ഷരങ്ങൾക്ക് പകരം നമ്മൾ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിരിക്കുന്നു. അപ്പം ചിത്രവും അക്ഷരങ്ങളും കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരു കഥ വായിച്ചിരിക്കുകയാണ് അല്ലേ? മക്കളെ, എല്ലാവർക്കും കഥ ഇഷ്ടമായിട്ടുണ്ടാവും. എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? വെരി ഗുഡ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? അതെ, നമ്മളെല്ലാവരും, ഞങ്ങൾക്ക് കുറേ കൂട്ടുകാരുണ്ടാവില്ലേ? എല്ലാവരും സ്കൂളിലായാലും കുടുംബത്തിലായാലും എല്ലാം നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാവും. കൂട്ടുകാരെ എപ്പോഴും സ്നേഹിക്കണ്ടേ? കൂട്ടുകാരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണ്ടേ? ഇവിടെ എന്താ ചെയ്തത് തവള? തവളയുടെ കൂട്ടുകാരെ മറന്നു അല്ലേ? തവളയ്ക്ക് മാത്രമേ ഇവിടെ വെള്ളത്തിലൂടെ നീന്താൻ പറ്റൂ അല്ലേ? മറ്റുള്ള സുഹൃത്തുക്കൾക്കൊന്നും അതിന് കഴിയില്ല. പക്ഷേ തവള എന്ത് ചെയ്തു? അവരെയൊന്നും സഹായിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി. അത് ശരിയാണോ മക്കളെ? ശരിയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ആപത്ത് ഘട്ടം വരുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം അല്ലേ? അതാണ് കൂട്ടുകാരോടുള്ള സ്നേഹം. അപ്പോൾ ഇവിടെ തവള ചെയ്തത് ശരിയാണോ? അല്ല, ഒട്ടും ശരിയല്ല അല്ലേ? അതെ, നിങ്ങളെല്ലാവരും സുഹൃത്തുക്കളെ സ്നേഹിക്കണം. സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ സഹായിക്കണം. ഓക്കേ, സീ യു, ബൈ.